സൂം ഡെസ്റ്റിനി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബർത്തിൽ ആദ്യം കാണുന്നത് MSC ചൈവോൺ എന്ന ഫീഡർ ഷിപ്പാണ്. അതിനു മുന്നിലായി കാണുന്നതാണ് MSC മിയ. ജേഡ് സർവീസിൻ്റെ ഭാഗമായി വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ്. ഞായറാഴ്ച വെളുപ്പിന് 12:30 ഇവിടെ ബർത്ത് ചെയ്ത MSC മിയ ഇന്നലെ, അതായത് മാർച്ച് 10 വൈകുന്നേരം പോർട്ടുഗലിലെ പോർട്ട് ഓഫ് സയൻസിലേക്ക് പോയി. 1.5 ദിവസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ യാദൃച്ഛികമായി കണ്ണിൽപ്പെട്ട കാഴ്ചയാണിത്. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ നിന്ന് ഒരു കപ്പൽ തെളിഞ്ഞു വരുന്നത് കണ്ടോ? എക്സ്പ്രസ് കാവേരി എന്ന ഫീഡർ ഷിപ്പാണിത്. സിംഗപ്പൂരിലാണ് എക്സ്പ്രസ് കാവേരി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എക്സ്പ്രസ് കാവേരിയൊക്കെ ഇപ്പോൾ വിഴിഞ്ഞത്ത് സ്ഥിരമായി വന്നുപോകുന്ന കപ്പലുകളാണ്. എക്സ്പ്രസ് കാവേരിയിലെ സെൽഫ് ലോഡിങ്ങിനുള്ള ഇൻബിൽറ്റ് ക്രെയിനുകൾ കാണാം. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ MSC മിയ പോർട്ടുഗലിലെ പോർട്ട് ഓഫ് സയൻസിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. പോർട്ട് ഓഫ് സയൻസ് വിഴിഞ്ഞത്തേക്കാൾ സ്വാഭാവിക ആഴം കൂടിയ തുറമുഖമാണ്. വിഴിഞ്ഞത്ത് 21 മുതൽ 24 മീറ്റർ സ്വാഭാവിക ആഴം ഉണ്ടെങ്കിൽ പോർട്ട് ഓഫ് സയൻസിൽ അത് 28 മീറ്റർ വരെയാണ്. പോർട്ട് ഓഫ് സയൻസ് ഒരു മൾട്ടിപർപ്പസ് പോർട്ടാണ്. ബൾക്ക് കാർഗോ ടെർമിനലും LNG ടെർമിനലും പെട്രോകെമിക്കൽ ടെർമിനലും കണ്ടെയ്നർ ടെർമിനലും ഒക്കെയുള്ള ഒരു മെഗാ പോർട്ട്. എനിക്ക് തോന്നുന്നത് 4 ഷിപ്പ് ടു ഷോർ ട്രെയിനുകളാണ് MSC മിയയിലെ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത്. MSC ചൈവോൺ 172 മീറ്റർ നീളവും 28 മീറ്റർ വീതിയുമുള്ള ഫീഡർ ഷിപ്പാണ്. ഇപ്പോൾ ശ്രീലങ്കയിലെ ഹമ്പൻതോട്ട തുറമുഖത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. MSC മിയ തിങ്കളാഴ്ച വൈകുന്നേരം പോർട്ട് ഓഫ് സയൻസിലേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അതേസമയം തന്നെ MSCയുടെ മറ്റൊരു വമ്പൻ കണ്ടെയ്നർ ഷിപ്പായ MSC മിർജാം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുമാത്രമല്ല, MSC മിർജാം വന്നപ്പോൾ തന്നെ നേരെ വിഴിഞ്ഞം തുറമുഖത്തിലേക്ക് വന്ന് ബർത്ത് ചെയ്യുകയായിരുന്നു. MSC മിർജാം 19,500 TEU കപ്പാസിറ്റിയുള്ള കപ്പലാണ്. ഇന്ത്യയിൽ ഒരു കപ്പലിൽ നിന്നും ഒരു പോർട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ഇറക്കി റെക്കോർഡ് സൃഷ്ടിച്ച MSC അന്നയുടെ അതേ വലിപ്പം. എന്നാൽ അന്നയേക്കാൾ 300 TEU കപ്പാസിറ്റി കൂടുതൽ. ഈ കാണുന്ന MSC മിയയുടെ ഫ്രണ്ടിലെയും ബാക്കിലെയും കണ്ടെയ്നർ ഹാച്ചുകൾ ഒഴിഞ്ഞിരിക്കുകയാണ്. ആ ഹാച്ചുകളിലെ മിക്കവാറും എല്ലാ കണ്ടെയ്നറുകളും ഇറക്കി കാണും. മിയയുടെ നാവിഗേഷൻ ബ്രിഡ്ജ്. എക്സ്പ്രസ് കാവേരിയെ ഒന്നുകൂടി നോക്കാം. എക്സ്പ്രസ് കാവേരി പുറംകടലിൽ നങ്കൂരമിട്ടു എന്ന് തോന്നുന്നു. മുൻപ് കാണിച്ച വിഷ്വലിൽ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി തീരത്തിന് പാരലൽ ആയാണ് ഇപ്പോഴത്തെ പൊസിഷൻ. 2008 നിർമ്മിച്ച കപ്പലാണ്. 1809 TEU കപ്പാസിറ്റി. മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, മിയ പോയി മിർജാം വന്ന സമയത്ത് 4 ഫീഡർ ഷിപ്പുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യുവാനായി വെയിറ്റ് ചെയ്ത് പുറംകടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട് എന്നതാണ്. അതിനു പുറമെ MSC പട്നീർ 3 എന്ന കപ്പൽ മിർജാമിനൊപ്പം തുറമുഖത്ത് ബർത്ത് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് കാവേരി, MSC എൽസ 3, ട്രേഡർ, MSC പോളോ 2 എന്നിവയാണ് ആ ഫീഡർ ഷിപ്പുകൾ. ഇവയെല്ലാം തന്നെ ഇപ്പോൾ സ്ഥിരമായി വിഴിഞ്ഞത്ത് വന്നു പോകുന്ന ഫീഡർ ഷിപ്പുകളാണ്. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്. MSC ചൈവോണിൽ നിന്നും ഒരു കണ്ടെയ്നർ ഉയർത്തുന്നത് കാണാം. ആ ഇരിക്കുന്ന 2 വെള്ള നിറത്തിലുള്ള കണ്ടെയ്നറുകളിൽ ഒന്നിനെയാണ് ഉയർത്തുന്നത്. അത് റീഫർ കണ്ടെയ്നറുകളാണ്. പെട്ടെന്ന് കേടാകുന്ന ഭക്ഷ്യവസ്തുക്കൾ കയറ്റി അയക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനമുള്ള കണ്ടെയ്നറുകൾ.
രണ്ടെണ്ണത്തിൽ ഇടതുവശത്തിരിക്കുന്ന കണ്ടെയ്നറിനെ സൂക്ഷിച്ചു നോക്കിയാൽ അതിന് അല്പം ഉയരക്കൂടുതലുള്ളതായി കാണാം. കണ്ടെയ്നറുകളുടെ ഉയരം സാധാരണയായി 8.6 അടിയാണ്. ചില സ്പെഷ്യൽ പർപ്പസ് കണ്ടെയ്നറുകൾ 9.6 അടി ഉയരമുള്ളവയാണ്. അങ്ങനെയുള്ള സ്പെഷ്യൽ പർപ്പസ് കണ്ടെയ്നർ ആ റീഫർ കണ്ടെയ്നറിന് അടിയിൽ കാണും. അതുകൊണ്ടാണ് ആ ഉയര വ്യത്യാസം തോന്നുന്നത്. കണ്ടെയ്നറുകളുടെ ഉയരം പൊതുവെ 8.6 അടിയാണെങ്കിൽ വീതി 8 അടിയും നീളം 10, 20, 40 എന്നിങ്ങനെയാണ്. അതായത് ജനറൽ ആയി ഉപയോഗിക്കുന്ന കണ്ടെയ്നറുകളുടെ സൈസ്. സ്പെഷ്യൽ പർപ്പസിന് വലിപ്പം കൂടിയതും കുറഞ്ഞതുമായ കണ്ടെയ്നറുകൾ ഉണ്ട്. ആൾ അബൌട്ട് കണ്ടെയ്നേഴ്സ് എന്ന എൻ്റെ മുൻപത്തെ വീഡിയോയിൽ വിവിധ തരം കണ്ടെയ്നറുകളെ പറ്റി വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും കാണുക. എക്സ്പ്രസ് കാവേരിയെ ഒന്നുകൂടി നോക്കാം. എക്സ്പ്രസ് കാവേരി അവിടെ തന്നെയുണ്ട്. നങ്കൂരമിട്ട് കിടക്കുകയാണ്. MSC ചൈവോൺ 2024 നിർമ്മിച്ച കപ്പലാണ്. ചൈവോണിൽ നിന്നും മറ്റൊരു കണ്ടെയ്നർ ഉയർത്തുന്നത് കാണാം. കണ്ടെയ്നറിനെ പിക്ക് ചെയ്യാൻ താഴ്ന്നു വരുന്ന ആ മഞ്ഞ നിറത്തിലുള്ള യൂണിറ്റാണ് സ്പ്രെഡർ. ഈ സ്പ്രെഡറിന്റെ നീളം കണ്ടെയ്നറിന്റെ നീളത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്പ്രെഡർ കണ്ടെയ്നറിൽ ലോക്ക് ആകുന്നത് കണ്ടോ? പിന്നിൽ മറ്റൊരു കണ്ടെയ്നർ മിയായിൽ ലോഡ് ചെയ്യാൻ ഉയർത്തിക്കൊണ്ടുപോകുന്നത് കണ്ടോ? ചൈവോണിൽ നിന്നുള്ള കണ്ടെയ്നറുമായി സ്പ്രെഡർ ഉയരുന്നു. പാറപ്പുറത്തു നിന്നും ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നവരെ കണ്ടോ? കക്ക വാരുവാനായി ബോട്ടിൽ പോകുന്നവർ. എങ്കിലും മീൻ പിടിക്കുന്നതിനുള്ള വലയും ആ ബോട്ടിൽ കാണാം. മത്സ്യബന്ധനത്തിനുള്ള വലയും അത് കടലിൽ ഉയർന്നു നിൽക്കുന്നതിനുള്ള പൊങ്ങുകളും.
കക്ക വാരുവാനായി മുങ്ങിയവരെ കാത്തിരിക്കുകയാണ് ഈ ബോട്ടിലുള്ളവർ. കടലിലെ കുറച്ചു കാഴ്ചകൾ. ഒരു ചുവന്ന ബോയോ. ഇപ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ വസ്തുവായി തോന്നുമെങ്കിലും ആ മുകളിലെ ഭാഗം ഒരു മനുഷ്യനേക്കാൾ ഉയരമുള്ളതാണ്. താഴേക്ക് ഇതിനേക്കാൾ കൂടുതൽ വരും. കടലിന്റെ അടിത്തട്ടുമായി ബന്ധിപ്പിച്ച് സ്ഥിരമായി അതാത് സ്ഥാനത്ത് നിലനിർത്തിയിരിക്കുകയാണ് ബോയോകളെ. കക്ക വാരുവാനായി മുങ്ങിയവരെ കണ്ടോ? പക്ഷെ എനിക്കൊരു ഡൗട്ട്. കടൽ വെള്ളത്തിന്റെ മുകൾ തട്ടിൽ ഇങ്ങനെ കമിഴ്ന്നു കിടന്നാൽ താഴത്തെ കക്കകളെ കാണാൻ പറ്റുമോ? അതോ ടൂറിസ്റ്റുകളോ മറ്റോ ആണോ? കമിഴ്ന്ന് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നത് കണ്ടോ? ആ ബോട്ട് അടുത്തുണ്ട്. ശക്തമായ തിരമാല കണ്ടോ? കോവളത്ത് നിന്നും ടൂറിസ്റ്റുകളെയും കൊണ്ട് വിഴിഞ്ഞത്തേക്ക് വരുന്ന സ്പീഡ് ബോട്ടുകൾ. നാല് സ്പീഡ് ബോട്ടുകൾ വരുന്നു. ലൈറ്റ് ഹൗസിന് മുന്നിലെത്തുമ്പോൾ മിക്കവാറും എല്ലാ ബോട്ടുകളും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.